നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി കറക്റ്റായി തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിന് മുന്നോടിയായി തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കുകയും കുടിശ്ശികയുള്ള ആളുകൾക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കുകയുമാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഓരോ വർഷവും പെൻഷനിൽ നിന്ന് മാക്സിമം ആളുകളെ പുറത്താക്കാനും സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതാത് സമയങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു 1-2 വർഷത്തിന് ഇടയ്ക്ക് പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എന്നാണോ വീഡിയോ ചെയ്യുന്നത് അന്നത്തെ അറിയിപ്പുകളുമായിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വെക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത്. നമുക്ക് പെൻഷൻ ഇല്ലാതെ മറ്റൊരു വരുമാനമില്ലെങ്കിൽ പോലും നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരാൾ കമൻറ്റായി പറഞ്ഞിരുന്നു, എനിക്ക് പെൻഷൻ മാത്രമാണ് വരുമാനമുള്ളത്, വേറെ വരുമാനമൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ പുനർവിവാഹിതയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഇതിനെ കൂടെ നൽകണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ ആധാർ ലിങ്ക്. നമുക്കറിയാം, നമ്മുടെ പെൻഷൻ പോർട്ടൽ ഇപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും. എന്നാൽ ഇപ്പോഴും പെൻഷൻ ഐ ഡിയുമായി ആധാർ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്ക് തുടർന്ന് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൻഷൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്തിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. അതിപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിന് വർഷമോ പെൻഷൻ എടുത്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. പഴയ ആളുകളെല്ലാം ആധാർ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചെയ്യാത്ത ആളുകൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അവർക്കും പെൻഷനും സർക്കാരിനുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.